അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ വില്ലേജ് ഓഫീസർ തന്നെ വിചാരിക്കണം. മനസ്സിലായോ? എന്താ പ്രശ്നം? ആവശ്യമുള്ള രേഖകൾ ഹാജരാക്കാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? പറഞ്ഞാ മനസ്സിലാവണ്ടേ? കാര്യം പറഞ്ഞോ പറയാ RDO പരിചയമുണ്ട്. മോഹനേട്ടാ, മോഹനേട്ടൻ എന്തു പറ്റി? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്ക, എല്ലാത്തിലും ഒരു ഒതുക്കം, മര്യാദ. ഇതും കൂടി ആയപ്പോ എനിക്ക് ഉറപ്പായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ ഓഫീസിൽ എന്താ ഉണ്ടായത്? കണ്ടോ അപ്പൊ അത് തന്നെ കാര്യം. ഇന്നലെ ഓഫീസിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറ മോഹനേട്ടാ. അത് തന്നെ, ഇന്നലെ ഓഫീസിൽ കുറെ പേര് വന്നു. 10-20 പേർ കരമടച്ചു. 5-6 പേർക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പോക്ക് വരവുള്ള 2 അപേക്ഷ കിട്ടി. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ അപേക്ഷകൾ. അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. മോഹനേട്ടൻ എന്താ ആളെ കളിയേക്ക്? ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ചായയില് പഞ്ചസാര കൂടുതലായിരുന്നു. ഇത്രയും മധുരം വേണ്ട. ഇതൊന്തൊരു മധുര. മോഹനേട്ടൻ ഇതെങ്ങനെ കുടിച്ചു? പിന്നെ ആഫീസ് വെച്ച് നടന്ന എന്തോ ഒരു കാര്യമാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോഹനേട്ട ഒന്ന് പറ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ താലൂക്ക് ഓഫീസില് പുതിയൊരു അഡീഷണൽ തഹസിൽദാർ വന്നിട്ടുണ്ട്, നകുലൻ സാർ. പുതിയ റോഡിനുള്ള സ്ഥലം എടുക്കാൻ സർക്കാർ പ്രത്യേകം നിയോഗിച്ച ആളാ നകുലൻ സാർ. അതുകൊണ്ട് ആള് മാന്യനാണ്, സത്യസന്ധനാണ്. 1 രൂപ പോലും കൈക്കൂലി വാങ്ങില്ല. കൃത്യനിഷ്ഠയാണെങ്കിൽ അങ്ങേയറ്റം. മോഹനേട്ടനെ പോലെ തന്നെ. എന്നെ പോലെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെ ഇഷ്ടമില്ലാത്ത പലർക്കും നകുലൻ സാറിനെ ഇഷ്ടാ. എന്റെ പെരുമാറ്റം മോശമാണത്ര. എന്നാര് പറഞ്ഞു? ഇന്നലെ ഞാൻ ഓഫീസ് ചെല്ലുമ്പോ അതായിരുന്നു ചർച്ച. ഹലോ, അതെ, സ്വയംപ്രഭയാണ്. ആ, നകുലൻ സാറോ? ഇതെവിടെന്നാ വിളിക്കുന്നത്? അതെയോ, ഇത്ര നേരത്തെ ഓഫീസിലെത്തിയോ? സാധാരണ വലിയ ആളുകളൊന്നും ഇത്ര കൃത്യസമയത്ത് ഓഫീസിൽ വരാറില്ലല്ലോ. ഒരു തമാശ പറയാനോ വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കാനോ നോക്കിയാ ഉടനെ വരും, ചട്ടോ നിയമം പറഞ്ഞോണ്ട്. അതെങ്ങനെയാ? മനുഷ്യർക്കല്ലേ തമാശ പറയാനും ചിരിക്കാനൊക്കെ പറ്റൂ. ബോഗരേറ്റ് സാർ ഒരു കാണ്ടാമൃഗമല്ലേ, അപ്പൊ തമാശയും വേണ്ട, ചിരിയും വേണ്ട. കേട്ടു കാഞ്ചന സാറേ, കഴിഞ്ഞ ആഴ്ച നകുലൻ സാറ് ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസം ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. അന്ന് ആളെ ഞാൻ കാണുന്നത് വലിയ തഹസിൽദാരെന്നുള്ള ഭാവമേ ഇല്ല. ചിരിയും കളിയും തമാശയും. പറഞ്ഞത് മുഴുവൻ സാറ് കേട്ടു. ചേട്ടെങ്കിൽ നന്നായി പോയി. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതിന്റെ പേരിലാണ് മോഹനേട്ടൻ ഒറ്റയടിക്ക് മര്യാദക്കാരനായത്. എന്റെ മോഹനേട്ട ഓരോ മനുഷ്യർ പെരുമാറുന്ന ഓരോ രീതിയിലല്ലേ. ഈ സ്വയംപ്രഭ പറയുന്നതായിട്ട് നിന്ന് നിപ്പി സ്വഭാവം മാറ്റാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റുമോ? ഇത്രയും കാലം സത്യസന്ധമായി പെരുമാറിയിട്ടും കൃത്യനിഷ്ഠ പാലിച്ചിട്ടൊന്നും എന്നെപ്പറ്റി അവരാരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വന്നിട്ട് ഒരാഴ്ച ആയപ്പോഴേക്കും നകുലൻ സാർ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായി. അപ്പൊ എന്റെ സ്വഭാവത്തിനാണല്ലോ കുഴപ്പം. ശരി, ഞാൻ മാറിക്കളയാം. എന്തിനാ എല്ലാവരുടെയും ശത്രുത വെറുതെ വാങ്ങി വയ്ക്കുന്നത്? ഞാൻ ഇറങ്ങുന്നു. തേനൊഴുകുക. അതിപ്പോ പ്രഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ ശിശുപാലൻ ചേട്ടാ? പ്രഭയുടെ സ്ഥാനത്ത് ഞാനായില്ല അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയേനെ. നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ? ഇതുവരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ വാക്ക് മോഹനേട്ടൻ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാറ് ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും, ഉറക്കെ സംസാരിക്കുമായിരിക്കും.
കാര്യമായി ചിരിക്കുകയോ കളി പറയാൻ കൂടുകയോ ചെയ്യില്ല. കയ്യിൽ നിന്ന് 10 പൈസ മുടക്കി ഒരു ചായ വാങ്ങി തരികയില്ല. അതൊക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ ഇതേവരെ ഒരു സ്ത്രീയോടെങ്കിലും അപമര്യാദയായി പെരുമാറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റേ സംസാരം വിട്. ഒരു നോട്ടത്തിൽ പോലും സാറ് പരിധി വിട്ടിട്ടുണ്ടോ?